എർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് 10ാം ക്ലാസ്സിലെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ഓൾ ഫോമാറ്റാണ് തന്നിരിക്കുന്നത്. അത് എല്ലാ ക്വസ്റ്റ്യൻസും എങ്ങനെ തന്നെ എഴുതണം അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയിരിക്കണം, ശ്രദ്ധിക്കുക, നിങ്ങൾക്കിത് ഉപകരിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ ഉണ്ടാകത്തില്ല. അതുകൊണ്ടൊക്കെ ഏതൊക്കെ രീതി എങ്ങനെയൊക്കെയാണെന്ന് എല്ലാ രീതികളിലും ഫോമാറ്റ് രീതി മൊത്തം തന്നിട്ടുണ്ട്. ഓക്കെ, നോക്കിയിരുന്നേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സഹി രൂപേ ചുൻകർ ലിഖേ. സഹി രൂപം എന്ന് വെച്ചാൽ ശരിയായ രൂപം. ചുൻകർ ലിഖേ തിരഞ്ഞെടുത്ത് എഴുതുക. ഒന്ന് നോക്കിയേ. ക ബഹ് പ്ലസ് ക ഇസ്ക. ബഹ് പ്ലസ് ക ഇസ്ക അല്ല ഉസ്കയാണ്, അത് തെറ്റാണ്. അടുത്ത് നോക്കിയേ. ഇ ക വേ പ്ലസ് ക ഇൻകി. വേ പ്ലസ് ക ഉൻ. നോക്കിയേ, ഉൻക എന്നാണ് ഇവിടെ ഇൻകി എന്നാണ് എഴുതിയിരിക്കുന്നത്, തെറ്റാണ്. അടുത്ത ഗ നോക്കിയേ. വഹ് പ്ലസ് കി ഉസ്കി. വഹ് പ്ലസ് കി ഉസ്കി ആണ്, ശരിയാണ്. പിന്നെ നോക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ, അതാണ് ശരി. വഹ് പ്ലസ് കി എന്നുള്ളതാണ് ശരി. നോക്കി ടിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ പഠിച്ചു വയ്ക്കുക. സർവനാമിൻ്റെ പ്രത്യയത്തിൻ്റെയും കൂടെ വീഡിയോ തന്നിട്ടുണ്ടായിരുന്നു, അത് നോക്കണം കേട്ടോ. കൃത്യമായിട്ട് നല്ല ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്, നോക്കി പഠിക്കുക അത്. അടുത്ത് നോക്കി. രണ്ടാമത്തെ, സഹി പ്രസ്താവന ചുൻലേ. സഹി പ്രസ്താവന, ശരിയായിട്ടുള്ള പ്രസ്താവന. ചിഹ്നിലെ ചിഹ്നം എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കുക, സെലക്ട് ചെയ്യാം. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 4 തന്നിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് നോക്കുക. പരി ലടുക്കി സേ ഹർമൻ കോ മദത് മിൽത്തി ഹേ. പരി ലടുക്കിയിൽ നിന്ന് ഹർമനെ മദത് കിട്ടി, സഹായം കിട്ടി, ശരിയാണ്. എന്നുവെച്ചാൽ ആപ്പിൾ എറിഞ്ഞു കൊടുത്തായിരുന്നു അല്ലേ. അടുത്ത നോക്കിയേ. ഹർമൻ ഭായിയോങ്കി സാത്തെ അമേരിക്ക ചലാ ജാത്താ ഹേ. ഹർമൻ സഹോദരന്മാരുടെ കൂടെ അമേരിക്കയിലേക്ക് പോയി, തെറ്റാണ്. ഇംഗ്ലണ്ടിലേക്കാണ് പോയത്, അത് തെറ്റാണ്. അടുത്ത ഹർമൻ കൈദി ശിവിർ മേം ബന്ദി ഹോത്താ ഹേ. ഹർമൻ കൈദി ശിവിറിലെ ബന്ദിയായിരുന്നു, ശരിയാണ്. അടുത്ത നോക്കിയേ. പരി ലടുക്കി സേ പുനഃ ദേഖാനഹി. പരി ലടുക്കിയെ വീണ്ടും കണ്ടില്ല, തെറ്റാണ്. ഇത് രണ്ട് ഒന്നാമത്തെയും മൂന്നാമത്തെയാണ് ശരി. കൈദി ശിവിറിലെ ബന്ദിയായിരുന്നു, തടോ പുള്ളിയായിരുന്നു. എന്ന് വെച്ചാൽ വെളിയിലേക്കൊന്നും പോകാനുള്ള അവകാശം ഇല്ലായിരുന്നു, അത് രണ്ടും ശരി. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വാക്യക്കോ സഹീക്രം സേ ലിഖേ. വാക്യത്തെ സഹീക്രം, ക്രമത്തിലെ ശരിയായി ക്രമത്തിൽ എഴുതുക. കഥ തന്നിരിക്കുന്ന ഏത് പാഠഭാഗത്തിൻ്റെയാണോ ആ കഥയെ ബേസ് ചെയ്ത് ക്രമത്തിൽ എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നോക്കിയേ. ഒന്നാമത് ഞാൻ നോക്കിയേ കൃത്യമായിട്ട് നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. വായിച്ച് പറയാം ആദ്യം. ബാരിഷ് മേ ഉസ്കാ ഘർ ടക് ഗയ. മഴയിൽ അദ്ദേഹത്തിൻ്റെ വീട് ടക് ഗയ, നശിച്ചു പോയി. ഗാവ് മേ സിർ പർ ബോച്ച് ഠോത്താ ഹേ. ഗ്രാമത്തിൽ തലയിലെ ഭാരം ചുമക്കുകയായിരുന്നു. പഹലെ 8 സാൽ തക്ക് തോ റിക്ഷ ചൽത്താ രഹ. ആദ്യം 8 സാൽ എന്ന് വെച്ചാൽ 8 വർഷം തക്ക് വരെ ഓട്ടോ റിക്ഷ ഓടിക്കുക, സൈക്കിൾ റിക്ഷ ഓടിക്കുകയായിരുന്നു. പിന്നെ ബാപ്പ് അന്ധ ഹോഗിയ, അച്ഛൻ അന്ധനായി മാറി. അപ്പം അതിൻ്റെ ശരി എന്ന് വെച്ചാൽ ഒന്നാമത്തത്, ആദ്യം 8 വർഷം വരെ റിക്ഷ ഓടിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീട് എന്ത് ചെയ്തു, നശിച്ചു പോയി അല്ലേ, ബാരിച്ചുകൊണ്ട്. അടുത്ത ഇങ്ങോട്ട് വന്നാൽ അച്ഛൻ അന്ധനായി പോയി. പിന്നീട് അദ്ദേഹത്തിൻ്റെ തലയിലെ ഭാരം ചുമക്കുന്ന ജോലിയായിരുന്നു. നോക്കി 2, 4, 1, 3 കണ്ടോ. അപ്പോൾ ഓർഡറിൽ കൃത്യമായിട്ട് 1, 2, 3, 4 എന്ന് തന്നെ എഴുതി കൊടുക്കണം കേട്ടോ. എഴുതിയിടുക, അത് നമുക്ക് റൗണ്ട് ചെയ്ത് ഇടുക അല്ല ചെയ്യുന്നത്, എഴുതി കൊടുക്കണം. ഇനി അടുത്ത് നോക്കിയേ. കോഷ്ടക് കെ ശബ്ദം കി മദത് സേ വാക്യ വിസ്താർ കരെ. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന ശബ്ദങ്ങളുടെ സഹായത്താൽ, മദം എന്ന് വെച്ചാൽ സഹായത്താൽ വാക്യത്തെ വിസ്തരിച്ച് വിശകലനം ചെയ്ത് എഴുതുക. ബ്രാക്കറ്റിൽ നോക്കിയേ. ഗാവ് മേം ജർമ്മനിക്ക് ഏക്ക്. അടുത്ത ചോട്ടേസി, അങ്ങനെ 3 കണ്ടില്ലേ തന്നിരിക്കുന്നത്. ആ കോമ എവിടെയാണോ അവിടെ വരെയാണ് ഒന്നിൻ്റെ കൂടെ എഴുതണമെന്നേ കേട്ടോ. നോക്കിയേ. ഒന്നാമതെ ഒരു ഇത് തരും നിങ്ങൾക്ക്, ആ സെൻറ്റൻസിൻ്റെ കൂടെ വേണം ഈ വാക്കുകൾ ആഡ് ചെയ്ത് എഴുതാൻ കറക്റ്റായിട്ട്. റോമ കാം കർത്തീതി. റോമ ജോലി ചെയ്തിരുന്നു. അടുത്ത് എഴുതണം റോമ ഗാവ് മേം കാം കർത്തീതി, അതാണ് ശരി. റോമ ഗ്രാമത്തിൽ ജോലി ചെയ്തിരുന്നു. അടുത്ത നോക്കിയേ. മൂന്നാമത്തത്, റോമ ജർമ്മനി കേക്ക് ഗാവ് മേം കാം കർത്തീതി. റോമ ജർമ്മനിയിലെ ഒരു ഗ്രാമത്തിൽ എന്ത് ചെയ്തിരുന്നു, കാം കർത്തീതി, ജോലി ചെയ്തിരുന്നു. അടുത്ത നോക്കിയേ. റോമ ജർമ്മനി കെ ഏക്ക് ചോട്ടേ സെ ഗാവ് മേം കാം കർത്തീതി. റോമ ജർമ്മനിയിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ അല്ലെ, ചോട്ടേ സെ ഗാവ് എന്ന് വെച്ചാൽ ചെറിയ ഗ്രാമത്തിൽ ജോലി ചെയ്തിരുന്നു. ഇങ്ങനെ എഴുതി കൊടുക്കുക കേട്ടോ. പരിയിലെടുക്കുന്ന പാഠഭാഗത്തിൻ്റെ ആണെങ്കിൽ അവിടെയാണ് ചോദിക്കാൻ നല്ലത്. അടുത്ത നോക്കിയേ. സങ്കേതോങ്കി സഹായദാസേ കേശവ് കി ചരിത്രഗത വിശേഷതായേ. സങ്കേത സൂചനകളുടെ അടിസ്ഥാനത്തിലെ സഹായത്താൽ കേശവൻ്റെ ചരിത്രഗത വിശേഷത, ചരിത്ര സ്വഭാവ ഗുണങ്ങൾ, ക്യാരക്ടർ സ്കെച്ച് എഴുതുക. ഇവിടെ 2, 3 പോയിന്റ് തന്നിരിക്കും കേട്ടോ, അതോടെ ചേർത്ത് വെച്ച് വേണം എഴുതാൻ. ഞാൻ കേശവൻ്റെ ക്യാരക്ടർ സ്കെച്ച് എല്ലാവരുടെയും കൂടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ.
ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ കേശവ് കി ചരിത്രഗതി വിശേഷത എന്ന ടൈറ്റിൽ കൊടുക്കണം. ആരുടെയാണോ അവരുടെ, ഇപ്പോൾ ഹർമൻ്റെ ആണെങ്കിൽ ഹർമൻ കി ചരിത്രഗതി വിശേഷത, കേശവാണെങ്കിൽ കേശവ്, ആരുടെയാണോ അത് രാജാറാം ആണെങ്കിൽ രാജാറാം കി ചരിത്രഗതി വിശേഷത എന്ന ടൈറ്റിൽ കൊടുത്തതിന് ശേഷമേ താഴേക്ക് എഴുതാവൂ. എന്നിട്ട് എഴുതിയതിന് ശേഷം ഫുൾ കോളത്തിൽ തന്നെ വേണം ഇടാൻ. ഓക്കെ, മനസ്സിലായല്ലോ? എൻ്റെ ഫോമാറ്റ് മനസ്സിലായല്ലോ? നെക്സ്റ്റ് പ്രശ്നോങ്ക ഉത്തറിലേക്ക്, അത് പാഠത്തിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കും, 2 മാർക്കിൻ്റെ കേട്ടോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നോക്കി കൃത്യമായിട്ട് ഏത് പാഠമാണോ അത് നിങ്ങൾക്ക് ഒരു പാസേജ് തരും. പാസേജിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. നോക്കി വേണം എഴുതാൻ കൃത്യമായിട്ട് കേട്ടോ. വൃത്തിയായിട്ട് ശ്രദ്ധിച്ച് എഴുതി കൊടുക്കുക. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹർമൻ കോ കൈദി ശിവിർമേ കൈ യാതനായി സഹൻ പട്ടിയതി. ഹർമനെ കൈദി ശിവിറിലെ ഒരുപാട് യാതനകൾ, കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടതായി വന്നു. ഇസ്കെ ബാരമേം ഹർമനപ്പനി ഡയറി ലിഖേ. ഇതേപ്പറ്റി നമ്മുടെ ഹർമൻ ഡയറി തയ്യാറാക്കി ആ ഡയറി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഡയറി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാം കൂടെ. ഓക്കെ, അതിനകത്ത് ഹർമൻ്റെ ഡയറി അതിനകത്തും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡയറി എഴുതുന്ന ഫോമാറ്റ് ഇങ്ങനെയാണ്. ഡയറി എന്ന് എഴുതിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് താരിഖ് ദിൻ എന്ന് എഴുതുക. അതായത് ഡേറ്റും ഡേയും ആഡ് ചെയ്യണം. എന്നിട്ട് ഫസ്റ്റ് സെൻറ്റൻസേ ഓക്കെ, ആജ് മേര മൻ മാനസിക സംഘർഷസേ ഭരാത. ഇന്നെൻ്റെ മനസ്സെ മാനസിക സംഘർഷം കൊണ്ട് നിറഞ്ഞു. എന്താണോ ഡയറിക്ക് യോജിച്ചത് അങ്ങനെ ഒരു സെൻറ്റൻസ് എഴുതുക. എന്നിട്ട് ഡയറിയുടെ ഭാഗങ്ങൾ എഴുതണം കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യണം, അതായത് ഒരു കോളം വരച്ച് വേണം ഡയറി എഴുതി നിർത്താൻ. ഓക്കെ, ഫുള്ള് കോളത്തിനകത്താക്കണം കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ. सूजना सिला बिनती लड़कियाँ कविता की ये पंक्तियाँ पढ़े और प्रश्न 8 से 9 तक के उत्तर लिखे. അതായത് സില ബിന്തി ലടുക്കിയാം എന്ന കവിതയുടെ ഭാഗമാണ് തന്നിരിക്കുന്ന 4 വരി കേട്ടോ. ഒരു സ്റ്റാൻസ ഞാൻ എഴുതി. അത് 8, 9 എന്നീ ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതുക. 2 ക്വസ്റ്റ്യൻസ് അതുപോലെ വരും. ഇപ്പോൾ പോയം തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് 2 ക്വസ്റ്റ്യൻസ് കാണും. അതിനകത്തായിരിക്കും വിശേഷണ ശബ്ദം കൂടുതലും വരുന്നതെന്നൊക്കെ. വിശേഷണ ശബ്ദ ചുൻകർ ലിഖേ. തന്നിരിക്കുന്നതിലെ വിശേഷണ ശബ്ദം ഏതാണോ തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ 4 കൊണ്ട് നോക്കി എഴുതുക. ഒന്നാമത്തെ ചിടിയ എന്ന് വെച്ചാൽ പക്ഷിയാണ്. അത് വിശേഷണ ശബ്ദമല്ല. വിശേഷണം എന്ന് വെച്ചാൽ വാക്കിനെ ഒന്നുകൂടി വിശേഷിപ്പിക്കുന്നതാണ് വിശേഷണം കേട്ടോ. അപ്പോൾ ചിടിയ അല്ല. ഖേത്ത് എന്ന് വെച്ചാൽ വയൽ, അതല്ല. രംഗീൻ പല വർണ്ണത്തിലുള്ള, നിറത്തിലുള്ള, അതാണ് ശരി. ബിനിന പെറുക്കുക എന്ന വാക്കാണ്, അതുമല്ല. അപ്പോൾ രംഗീൻ പല വർണ്ണത്തിലുള്ള, അതാണ് ശരി. നിങ്ങൾ അത് വേണം എഴുതി കൊടുക്കാൻ. ഓക്കെ, അടുത്ത് നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ. ജലപാങ്കിയോ के छांच मारने और लड़कियों के सिला बिनने में क्या संबंध है. ജലപക്ഷികളെ ചോഞ്ച് മാറുന്ന ചുണ്ടുകൊണ്ട് കൊത്തുക. അതും ലടുക്കിയോങ്കി സില പെൺകുട്ടികൾ അതായത് നെൽക്കതിർ പെറുക്കുന്നു. ഇതുമായിട്ടുള്ള ബന്ധം എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അത് പാഠത്തിൻ്റെ സൈഡ് ക്വസ്റ്റ്യനിൽ ഒരെണ്ണമാണ് കേട്ടോ. അവസാനത്തെ ക്വസ്റ്റ്യനാണ്. അത് നോക്കി എഴുതുക. 2 മാർക്കായിരിക്കും അതിന്, മറ്റേ 1 മാർക്കായിരിക്കും കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ. റെയിൻ ബസേരമേ യാത്രാവൃത്തിക്ക ഏക അംശപ്പടെ. റെയിൻ ബസേരമേ എന്ന യാത്രാവൃത്തത്തിൻ്റെ അംശം പാഠഭാഗം വായിക്കുക. എന്നിട്ട് ചോദ്യം 10നും 11നും ഉത്തരം നൽകുക. ഒരു പാഠഭാഗം തന്നിട്ടുണ്ട് നോക്കി. സബേരെ ഹുവ. രാവിലെയായി. ബിക്കറെ സാമാൻ. ചിതറിക്കിടന്ന സാധനങ്ങൾ ഫിർസെ പിട്ടുമേം ജമാത്തെ ഹുയെ ചോട്ടുനെ കഹ. എല്ലാ സാധനങ്ങളും പെട്ടിയിലെ അടുക്കിക്കൊണ്ട് പിട്ടു എന്ന് വെച്ചാൽ പെട്ടിയിലെ അടുക്കിക്കൊണ്ട് ചോട്ടു എന്ന സഹായകൻ പറയുന്നു. ലേഖൻ്റെ സഹായികയാണ് ചോട്ടു. അവൻ പറഞ്ഞു, ഉസ്നെ ഹമാരി കാനി കവടി തക്ക് നഹീൻലേ. അവൻ നമ്മുടെ ഒരു ചില്ലിക്കാശ് പോലും കൊണ്ടുപോയില്ല. കാനി കവടി ചില്ലിക്കാശ് ആരാണ്? പാഗലാത്മി. ഓർമ്മയുണ്ടല്ലോ സ്റ്റോറി. ആ പിട്ടുവിലിരുന്ന എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞു, കിതാബ് മാത്രം എറിഞ്ഞില്ല. കഥ അറിയാലോ. നോക്കേ. ഉസ്നെ ഹമാരി കാനി കവടി തക്ക് നഹീൻലേ. കിസ്നെ ആരെന്നാണ് ചോദ്യം. ആരാണ് കൊണ്ടുപോകാഞ്ഞത്? ആൻസറ് ആരാണ്? പാഗലാത്മിയാണ്. അതാണ് ശരി കേട്ടോ. ടിക്ക് ചെയ്തിട്ടുണ്ട്, നോക്കി നിൽക്കുക. പാഗലാത്മി. അടുത്ത് നോക്കിയ. പ്രസ്തുത പ്രസംഗിക്ക് ആധാർ പർ പട്കഥ ലിഖേ. ഈ തന്നിരിക്കുന്ന ആ ഒരു സന്ദർഭത്തെ അടിസ്ഥാനമാക്കി പട്കഥ തയ്യാറാക്കാനാണ് ക്വസ്റ്റ്യൻ. പട്കഥ എഴുതുന്ന ഫോമാറ്റാണ് തന്നിരിക്കുന്നത്, നോക്കിയിരിക്കണം. പട്കഥ എന്ന് എഴുതുക. അതിനുശേഷം താഴേക്ക് പാത്ര, അതായത് കഥാപാത്രങ്ങൾ ആരൊക്കെയാണോ നമുക്ക് കോൺവെർസേഷൻ അവസാനം എഴുതണം അല്ലേ. അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന കഥാപാത്രങ്ങളുടെ പേരുകൾ അവിടേക്ക് എഴുതണം. പിന്നെ ഉമ്ര, അവരുടെ പ്രായം എത്രയാണോ അത് പ്രായമാണ് ഉമ്ര. നെക്സ്റ്റ് വേഷധാരൻ, അതായത് വേഷഭൂഷ അല്ലെ വേഷധാരൻ എന്തെഴുതിയാലും ശരിയാണ്. അത് ഇവിടേക്ക് എഴുതുക. വേഷധാരൻ 2 ശരിയാണ് കേട്ടോ. പിന്നെ നോക്കി. അത് വേഷവിധാനം എന്താണോ അത് എഴുതുക. ആ കോൺവെർസേഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് ഓർത്ത് വെച്ചേക്കണം. നെക്സ്റ്റ് അതിൻ്റെ താഴേക്ക് സ്ഥലം എവിടെയാണോ അത് എഴുതുക. സമയം എഴുതുക.
പിന്നെ ദൃശ്യം. സ്ഥാന് എപ്പോഴും റെയിൻ ബസേരയാണെങ്കിൽ മന്ദിർക്ക് ബനാമതേ തന്നെയായിരിക്കും കേട്ടോ. സമയം രാത്രിയായിരിക്കും. പട്കഥയുടെ ഭാഗം അവിടെയാണ്. നോക്കിയേ, അതിനുശേഷം ദൃശ്യമാണ്. ദൃശ്യം ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടാകും, അത് നോക്കി എഴുതുക. അതാണ്. എന്നിട്ട് അത് ബ്രാക്കറ്റിനകത്ത് വേണം എഴുതാൻ. അതിൻ്റെ താഴേക്ക് വാർത്താലാപം എഴുതുക, അതായത് ബാധ്യത സംഭാഷണം എഴുതുക. ഇങ്ങനെ എഴുതിയതിന് ശേഷം ഫുൾ കോളം വരയ്ക്കണം. ഇതാണ് പട്കഥ. മനസ്സിലായി കാണുമല്ലോ. ആദ്യം പാത്രെ, പിന്നെ ഉമ്രെ, പിന്നെ വേഷഭൂഷകളെ, പിന്നെന്തുവാ സ്ഥാനെ, പിന്നെ അതിനുശേഷം എന്തുവാ സമയ, ദൃശ്യം, ബ്രാക്കറ്റിനകത്ത്, പിന്നെ ബാധ്യതല്ലേ വാർത്താലാപം. ഇത് എഴുതി ക്ലോസ് ചെയ്യാതാണ് അതിൻ്റെ പട്കഥ. വാർത്താലാപ് ചോദിച്ചാൽ, ബാധ്യത ചോദിച്ചാൽ നറേഷൻ വേണ്ട കേട്ടോ. ആ വാർത്താലാപ് മാത്രം എഴുതിയാൽ മതി. അത് പ്രത്യേകം ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമൂനയ്ക്ക് അനുസാർ താലികാക്കി പൂർത്തീകരെ. മാതൃക അനുസരിച്ച് താലിക എന്ന് വെച്ചാൽ കോളം പൂർത്തീകരിക്കുക. ഒന്നാമത്തെ നോക്കിയാൽ ഖമണ്ടി. ഞാൻ ശരിയായിട്ട് അങ്ങ് എഴുതിയിരിക്കുക കേട്ടോ. അത് ഓർഡർലെസ് ആയിട്ട് വരും, ഓർഡറാക്കി എഴുതുക. ഖമണ്ടി അഹങ്കാരം മുണ്ടരെ പർ കടാത പാരപ്പറ്റി നിൽക്കുകയായിരുന്നു. അടുത്ത തിൻക ദൂർ സെ ആക്കർ ആങ്കോമേം പട് ഗയ. തിൻക ദൂരെ നിന്ന് വന്ന് കണ്ണിലേക്ക് വീണു. ഏണ്ട അഹങ്കാരം ചെപ്പുക്കി സേ ഭാഗുകെ. അഹങ്കാരം മിണ്ടാതെ ഓടിപ്പോയി. അടുത്ത ആങ്ക് ലാൽ ഹോക്കറെ ദുഃഖിനെ ലഗി. കണ്ണുകൾ ചുവന്ന് വേദനിക്കാൻ തുടങ്ങി. അതാണ് കറക്റ്റ് കേട്ടോ. കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേരി ദുനിയ കെ തമാം ബച്ചെ കവിത പർ വിശ്ലേഷണാത്മക ടിപ്പണി ലിഖേ. മേരി ദുനിയ എന്ന ദുനിയ കെ തമാം ബച്ചെ എന്ന പോയം നമുക്കറിയാമല്ലോ. ആദ്യത്തെ ഫസ്റ്റ് ടൈമിൻ്റെ പാഠമാണ് കേട്ടോ. പാർട്ടിൻ്റെ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്ന മേരി ദുനിയ കെ തമാം ബച്ചയുടെ അപ്രിസിയേഷൻ ആയിരുന്നു. ഓക്കെ, അതിൻ്റെ വിശ്ലേഷണാത്മക ടിപ്പണിയാണ്. വിശേഷണങ്ങൾ കൂടി കുറിച്ചുകൊണ്ടുള്ള ടിപ്പണിയാണ് തയ്യാറാക്കി കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്തത് റെയിൽഗാഡിക്ക് അനുഭവം കെ ബാരമേയും പതിനെ അപ്പനെ മിത്ര കാ പത്ര ലിഖേ. റെയിൽഗാഡിയുടെ അനുഭവങ്ങളെ മുൻനിർത്തി പതി ഭർത്താവ് അയാളുടെ മിത്രത്തിനെഴുതുന്ന കത്ത്. ആദ്യം പത്രം എഴുതുക, അതിനുശേഷം റൈറ്റിലേക്ക് മാറ്റി സ്ഥാനെ കോമ താരിക്ക് ഫുൾ സ്റ്റോപ്പ്. ഫോമാറ്റ് കൃത്യമായിരിക്കണം. സ്ഥാനെ കോമ താരിക്ക് ഫുൾ സ്റ്റോപ്പ് റൈറ്റിലേക്ക് മാറ്റി വേണം അത് എഴുതാൻ. അതിനുശേഷം ലെഫ്റ്റിലേക്ക് മാറ്റി പ്രിയ മിത്ര എന്നെഴുതി കോമ ഇടുക. ആ കോമയ്ക്ക് തൊട്ട് താഴെ തും കൈസേ ഹോ എന്നെഴുതി ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് എഴുതാനുള്ള കാര്യങ്ങൾ എഴുതുക. എന്നിട്ട് ഏറ്റവും അവസാനമായി സബ്കോ പ്രണാം എന്നെഴുതുക. അതിൻ്റെ താഴേക്ക് മാറ്റി തുമാര മിത്ര കോമ, അതിൻ്റെ താഴെ ഹസ്താക്ഷർ ബ്രാക്കറ്റിനകത്ത് ഇടുക. പിന്നെ നാമേ, അതായത് കത്തെഴുതിയ ആളുടെ പേര് ഫുൾ സ്റ്റോപ്പ്. എന്നിട്ട് അത്രയും എഴുതി അവിടെ നിർത്തണം. നിർത്തിയിട്ട് ലെഫ്റ്റിലേക്ക് മാറ്റി കുറച്ച് താഴെയായിട്ട് സേവാമേ, അതായത് 2 ആണ്. അങ്ങനെ എഴുതുക. നാമേ കോമ പദ എന്നെഴുതി അതിൽ ചെറിയ കോളം വരയ്ക്കുക. എന്നിട്ട് ലെറ്റർ റൈറ്റിംഗ് ഫുൾ കോളത്തിനകത്ത് ആക്കുക. ഓക്കെ, അങ്ങനെയാണ് അത് കേട്ടോ. കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ ഫോമാറ്റ് അതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, നമൂനയ്ക്ക് അനുസാർ ലിഖേ. മാതൃക അനുസരിച്ച് എഴുതുക. ഗ്രാമറാണ് നോക്കിയിരിക്കണം. ഷാദിക്ക ബുലാവ ആയ ധാം ആയ. ഷാദിക്ക ബുലാവ് ആയ എന്ന ഫസ്റ്റ് കോളം. സെക്കൻഡ് കോളത്തിലെ ഷാദിക്ക ബുലാവ് ആയ ധ അതവർ തന്നിരിക്കും. ആ മെത്തേഡ് അനുസരിച്ച് വേണം താഴത്തെ ബ്ലാങ്കായി കിടക്കുന്നിടം എഴുതി കൊടുക്കാൻ. നോക്കിയേ, ലഡ്ക ക്രിക്കറ്റ് ദേഖ. ആൺകുട്ടി ക്രിക്കറ്റ് ദേഖ കണ്ടു. അടുത്ത കോളമായിരിക്കും അവിടെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കുന്നത്. നിങ്ങളത് വേണം ശരിയാക്കി കൊടുക്കാൻ. ലഡ്ക ക്രിക്കറ്റ് ദേഖ ധ എന്നെഴുതണം. അതായത് അതിൻ്റെ തൊട്ട് മുകളിലത്തെ കോളത്തിലെ തന്നിരിക്കുന്ന നോക്കി വേണം എഴുതാൻ കേട്ടോ. മനസ്സിലായല്ലോ. ആയഥ ഇവിടെ നമുക്ക് ദേക്കാഥ, അത് പൂർണ്ണ ഭൂതകാലമാണ്. അതിൽ നോക്കി വേണം പഠിക്കാൻ. ഞാൻ ടെൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രാമർ വീഡിയോ നോക്കി പഠിക്കണേ. അടുത്ത് നോക്കിയേ, എഴുതുന്ന രീതി ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ഏതാണോ കോളം ബ്ലാങ്ക് ആക്കിയിട്ടിരിക്കുന്നത് അതിൻ്റെ തൊട്ട് മുകളിലത്തെ നിങ്ങൾക്ക് കാണും എക്സാമ്പിൾ കറക്റ്റാക്കി അവരിട്ടിരിക്കും. അതിൻ്റെ ആ മെത്തേഡ് അനുസരിച്ച് ആ കാലത്തിലേക്ക് താഴേക്ക് ആക്കണം കേട്ടോ. ഒന്നാമത്തെ കോളം സാമാന്യ ഭൂതകാലം, രണ്ടാമത്തെ കോളം പൂർണ്ണ ഭൂതകാലമാണ്. അത് കറക്റ്റാക്കി നോക്കി എഴുതുക. नेक्स्ट क्वेश्चन, नीचे दिए प्रस्ताव पढ़े और सही विकल्प चुनकर लिखे. നീച്ചെ ദിയെ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കുക. എന്നിട്ട് ശരിയായിട്ടുള്ള വികല്പം എന്ന് വെച്ചാൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണോ അത് തിരഞ്ഞെടുത്ത് എഴുതുക. 4 മെത്തേഡ് നോക്കിയിരിക്കണം കേട്ടോ. അതുണ്ടല്ലോ. മൻ കാ ആപ്പ ഖോന അനിവാര്യഹേ. മനസ്സിൻ്റെ ആപ്പ എന്ന് വെച്ചാൽ അഹങ്കാരം. ഖോന നഷ്ടപ്പെടുക എന്നത് അനിവാര്യം ആണ്. അത് ശരിയായിട്ടുള്ള പോയിൻ്റാണ്. അടുത്ത മധുരവാണി സേ സുഖ് നഹി മിൽത്ത. മധുരമായ വാക്കുകൾ കൊണ്ട് സുഖം ലഭിക്കില്ല, തെറ്റാണ്. അടുത്ത നോക്കിയേ, ഔറോങ്കോ പ്രിയ ലഗ്നവാലി ബാത്തോ ഹി ബദാത്തി ഹെ. ഔറോങ്കോ എന്ന് വെച്ചാൽ ദൂസറോങ്കോ, മറ്റുള്ള ആൾക്കാർക്ക് പ്രിയം തോന്നുന്ന വാക്കുകളെ അല്ലെ കാര്യങ്ങളെ ബദാത്തി ഹെ പറയാവൂ. ശരിയാണ്. അടുത്ത നോക്കിയ പോയിന്റ്, അച്ചി ബാത്തേം നഹീം ബോൽന ജാഹിയെ. നല്ല കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക, തെറ്റാണ്. അപ്പോൾ ഇതിലെ ശരി ഏതാ? 1ഉം 3ഉമാണ്.
നോക്കിയേ, ഓപ്ഷൻ തന്നിരിക്കുന്നതിലേക്ക് നോക്കിയേ, ആദ്യത്തേതിലെ 1ഉം 4ഉം തെറ്റാണ്. പിന്നെ നോക്കിയേ, അടുത്ത് നോക്കിയേ, 2ഉം 4ഉമാണ്, 2ഉം 4ഉം തെറ്റാണ്. പിന്നെ 3ഉം 1ഉമാണ് തന്നിരിക്കുന്നത്, 3ഉം 1ഉം കൂടെ വരുമ്പോൾ തെറ്റാണ്. ശരിയായിട്ടുള്ളത് 1ഉം 3ഉമാണ് കേട്ടോ. അതാണ് 1ഉം 3. 1ഉം 2, ആദ്യത്തെ നോക്കിയേ, മൂന്നാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് 3ഉം 2ഉമാണ്. 3ഉം 2ഉമാണ്, അത് തെറ്റാണ്. ശരിയായിട്ടുള്ള കോളം 1ഉം 3ഉമാണ് കേട്ടോ. അതാണ് ശരി. ടിക്ക് നോക്കിയിരിക്കുക. ഇനി അടുത്തേ ശ്രദ്ധിച്ച് വേണം എഴുതാനത് കേട്ടോ. 1ഉം 3ഉമാണ് ശരി. അന്നേരം നിങ്ങൾ എഴുതുമ്പോഴേ അത് ടിക്ക് ചെയ്ത് വെച്ചേക്കണം, എന്നിട്ട് വേണം ഇതിലേക്ക് നോക്കാൻ. ഓക്കെ. അടുത്ത നോക്കിയേ, मान ले सितंबर 5 को आपके स्कूल में अध्यापक दिवस है. അതായത് സെപ്റ്റംബർ 5 അധ്യാപക ദിനമാണ്. ആ വിഷയത്തെക്കുറിച്ച് സങ്കോഷ്ഠിക്ക് ആയോജനം കിയാക്കിയ സ്കൂളിലെ അല്ലേ, നിങ്ങളുടെ സ്കൂളിലെ ഒരു സങ്കോഷ്ഠിയുടെ ആയോജന ഏർപ്പാടുകൾ, അതായത് സങ്കോഷ്ഠിക്ക് ആയോജനം കിയാകെ അധ്യാപക ദിവസത്തെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാം തയ്യാറാക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു പോസ്റ്റർ തയ്യാറാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് പോസ്റ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, പോസ്റ്റർ എന്ന് എഴുതുക. അതിനുശേഷം താഴേക്ക് കോളം വരയ്ക്കണം. ആ കോളത്തിനകത്ത് മസ്റ്റായിട്ട് കോളം വരച്ചിരിക്കണം പോസ്റ്ററിനെ. എന്നിട്ട് ടൈറ്റിൽ ആഡ് ചെയ്യുക, അധ്യാപക ദിവസേ സമാരോഹ എന്ന് എഴുതുക. ഇവിടെ ഏത് ദിവസമാണോ അത് ഈ അധ്യാപക ദിവസം മാറ്റിയിട്ട് ഹിന്ദി ആണെങ്കിൽ ഹിന്ദി ദിവസേ, പര്യാവരണമാണെങ്കിൽ പര്യാവരണ ദിവസം, അങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. പിന്നെ സ്ഥാനെ, താരിഖ്, സമയെ, ഉദ്ഘാടൻ, മേഹമാൻ, സഞ്ചാലക, കാര്യക്രം എന്ന് വെച്ചാൽ പ്രോഗ്രാമാണ് കാര്യക്രം, സഞ്ചാലക കോർഡിനേറ്റർ, മേഹമാനെ അതിഥി. അപ്പോൾ ആദ്യം ഈ ഓർഡറിൽ എഴുതുക. സ്ഥാനെ സ്ഥലം, താരിഖ് ഡേറ്റ്, സമയം, ഉദ്ഘാടൻ ആരാണോ പ്രധാന അധ്യാപകൻ എഴുതിയാൽ മതി. മേഘമാൻ എന്ന് വെച്ചാൽ അതിഥി ആരാണോ അദ്ദേഹത്തിൻ്റെ പേര്, സഞ്ചാലക സ്കൂൾ ലീഡർ ആയിരിക്കും, കോർഡിനേറ്റർ അത് എഴുതിയാൽ മതി. പിന്നെ കാര്യക്രം എന്ന് വെച്ചാൽ പ്രോഗ്രാമാണ്, അത് എഴുതുക. എന്നിട്ട് ലാസ്റ്റ് മാറ്റി സബ്കാ സ്വാഗത് എന്ന് എഴുതിയതിന് ശേഷം കോളം വരയ്ക്കുക കേട്ടോ. എന്നിട്ട് അത് ഇമ്പോർട്ടൻസ് ഡേയ്സ് ഏത് ചോദിച്ചാൽ ഈ ഫോമാറ്റ് അനുസരിച്ച് വേണം എഴുതാൻ. ഗലീലിയോയുടെ വിജ്ഞാൻ പ്രദർശനി എന്നൊരു പോസ്റ്ററുണ്ട്, അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. അത് ഗലീലിയോ എന്ന പാഠത്തിൽ ഞാൻ തന്നിട്ടുണ്ട്, അത് നോക്കി വയ്ക്കുക കേട്ടോ. കൃത്യമായിട്ട് ആ പോസ്റ്റർ ചോദിക്കാം. അല്ല, ഇമ്പോർട്ടൻസ് ഡേയ്സ് ഏതാണെങ്കിലും ഇത് എഴുതുക. ഓക്കെ, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ്റെ മെത്തേഡ്. ഇതാണ്, ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, ശരി.